വെൽക്കം ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ചാറ്റർഹുഡ് പോഡ്കാസ്റ്റ്. എടാ ബെറ്റർ ആയില്ലേ? ഞാൻ ഫസ്റ്റ് വേദമുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് പൗഡർ കൂടിയുണ്ട്, അതാണോ? പൗഡർ ഇടാറില്ല. നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മുടെ ഇവിടെ നമ്മളിപ്പോ ഒരു പോഡ്കാസ്റ്റ് 30 മിനിറ്റ് എടുക്കുന്ന 30 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. അതിൽ 24 മണിക്കൂറായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടോ? അത് കുറച്ചാണെങ്കിൽ ബിഗ് ബോസ്. ഓക്കെ, മനസ്സിലായി. ബിഗ് ബോസ് ആണല്ലോ ഇപ്പോ ട്രെൻഡിങ്. മലയാളം ബിഗ് ബോസ് ഓടുന്നുണ്ട്, തെലുങ്ക് ഉണ്ട്, ഹിന്ദി, മറാഠി ഉണ്ടെന്നോ, തമിഴ്. ബിഗ് ബോസ് ആണ് എനിക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി വരാറുള്ളത്. പണ്ട് സൂര്യ ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അത് കോപ്പി അടിച്ചിട്ട് ഈ ഇവരുടെ ബിഗ് ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് നെതർലാൻഡ്സിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ അത് ഫസ്റ്റ് സീസൺ തന്നെ കഴിഞ്ഞപ്പോഴേക്കും അല്ലേ. പക്ഷെ ഞാൻ കാണുന്നത് ഇതാണ്, കാരണം എനിക്കറിയാം ഇങ്ങനെ ബിഗ് ബോസിന്റെ ഷോ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആദ്യം കാണുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഈ മലയാളി ഹൗസ് ഈ സാധനമാണ്. ഞാനിതിങ്ങനെ കണ്ടു. ഇപ്പൊ രേവതി ആയിരുന്നു എന്റെ ഹോസ്റ്റ്. നമ്മുടെ എല്ലാ വെടിക്കെട്ട് വീരന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്, രാഹുൽ ഈശ്വർ, മറ്റേ GS പ്രദീപ്, അങ്ങനത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. കോൺട്രവേഴ്ഷ്യൽ ആ ഒരു പരിപാടിയിലാണ് സന്തോഷ് പണ്ഡിറ്റ് കയറിയത്. ഒരു നല്ല രീതിക്ക് GS പ്രദീപിന്റെ കുറെ താഴോട്ടും പോയി. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ആള് അത്രയും നാള് ഭയങ്കര എയറിലായിരുന്നു. വളരെ മോശമായിട്ട് തന്നെയാണ് പുള്ളിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു ഷോ കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ക്യാരക്ടറും അയാളെ പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തൊരു സാധനമായിരുന്നു. അതിന്റെ ബെനിഫിറ്റ് അന്ന് തുടങ്ങി പുള്ളിക്ക് കിട്ടി തുടങ്ങി. വിന്നർ രാഹുൽ ഈശ്വറാണ്. ഞാൻ ആ ഷോ ഫുള്ളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഒരു ഭൂരിഭാഗം എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ഒരു ബിഗ് ബോസിന്റെ ഒരു പാവപ്പെട്ട വെർഷൻ, സാധാരണ വീട്. അതെ അതെ, ഒരു വലിയ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഏഷ്യാനെറ്റില് ലാലേട്ടന്റെ ഹോസ്റ്റിന്റെ ബിഗ് ബോസ് വരുന്നത്. 2-3 എപ്പിസോഡ് കണ്ടുള്ള ഫസ്റ്റ് സീസണിൽ. കുഴപ്പമില്ല, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോയുള്ളൂ. സെക്കൻഡ് സീസൺ ഞാൻ ഫസ്റ്റ് തൊട്ട് കാണാൻ ഞാൻ വിചാരിക്കുകയാണ്. കാരണം മുമ്പ് എനിക്ക് ഹിന്ദിയിലെ ഒരു എപ്പിസോഡ് ഒരു സീസൺ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സീസൺ സെക്കൻഡ് കാണാൻ വിചാരിച്ചിട്ട് ഫസ്റ്റ് തൊട്ടെങ്കിരുന്ന് കണ്ടു. ഇത് ഫസ്റ്റ് തൊട്ടിരുന്ന് കണ്ടപ്പോഴാണ് ഇതിന്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. അതായത് ഒരു ഡേ കണ്ട സെക്കൻഡ് ഡേ കാണാൻ നമുക്ക് തോന്നിക്കും, ആ രീതിയിലാണ് പരിപാടി. അപ്പൊ ആ എപ്പിസോഡിലായിരുന്നു ഡോക്ടർ രജിത് കുമാർ ഒക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊള്ളും, നമുക്ക് ശരിക്കും കൊള്ളും. ഇയാളെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഗതി കിട്ടും നമുക്ക്. ഞാനിതിങ്ങനെ കണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത് കണ്ടിരുന്നത്. കുറച്ച് നോക്കിയപ്പോ ഇവിടെ എന്റെ മമ്മ വന്നിരിക്കുന്നു കാണാൻ. അപ്പുറത്ത് നോക്കിയപ്പോ എന്റെ സിസ്റ്റർ വന്നിട്ടിരിക്കുന്നു കാണാൻ വേണ്ടിട്ട്. പിന്നെ ഫാമിലി മൊത്തം തിരുന്ന് കാണണല്ലേ. അങ്ങനെ ആ സീസൺ ഫുള്ളും ഓടിയില്ല. കാരണം രജിത് കുമാറിനെ ഇടയിൽ വെച്ചിട്ട് മറ്റേ കണ്ണില് മുളക് തേച്ച് പ്രതിഷേധം. ആർമികള് ഇന്ത്യൻ ആർമി അല്ലാണ്ട് വേറെ ആർമിനെ കണ്ടിട്ടുള്ള ബിഗ് ബോസിലാണ്. അതെ, തമിഴ്നാട്ടിൽ ആർമി ഉണ്ടായിരുന്നു. അപ്പൊ ടി വി തകർക്ക കരഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി കരയുന്ന വീഡിയോടാ, ഒരു വയസ്സായ സ്ത്രീ കരഞ്ഞുകൊണ്ട് വീഡിയോടാ. മോഹൻലാല് ഇടുത്തി വീട്, മോഹൻലാല് അങ്ങനെ ആവും. അതെ, ആള് വെറും ഒരു എന്നിട്ട് ആൾക്ക് തെറിയേക്കാം. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി തന്നെ അതിന് മനസ്സിലായില്ല എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ സീസൺ കൊറോണ കാരണം കംപ്ലീറ്റ് ആയില്ല. പിന്നെ സീസൺ 3 തുടങ്ങി. 3യും ഞാൻ സ്റ്റാർട്ടിങ് കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതും എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു നന്മമരൻ സീസൺ ആയിരുന്നു. എല്ലാവരും ഒത്തു കളിച്ചിട്ടുള്ള ഒരു പോക്കായിരുന്നു. അങ്ങനെ വൈൽഡ് കാർഡായിട്ട് മറ്റേ സജ്ന ഫിറോസ് ഖാൻ, ആളെ മറ്റേ ഡേഞ്ചറസ് ബോയ്സിലൊക്കെ ഉണ്ടായിരുന്നത് ആളെ കയറ്റി കിട്ടും. ആള് അവിടെ കയറിയതിന് ശേഷം പെട്ട ആള് വന്നിട്ട് എല്ലാത്തിനും പെട്ടക്കലായിരുന്നു. പിന്നെ റേറ്റിംഗ് കയറിയതിന്റെ. പക്ഷെ ഇയാൾ എന്തോ ഒരു ഫൗള് എന്തോ അവിടെയുള്ള ആരെ കുറിച്ചിട്ട് എന്തോ ഒരു റോങ് ആയിട്ടുള്ള കാര്യം പറഞ്ഞതിന്റെ ബേസിൽ ആള് സീസണിൽ നിന്ന് ഔട്ടാക്കി. അങ്ങനെ ആ സീസണും ഈ പറഞ്ഞ പോലെ കൊറോണയുടെ സെക്കൻഡ് വേവില് ആ സീസൺ ക്ലോസ് ആവും.
അതില് വിന്നിങ് ആയിട്ട് കാരണം എന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു? ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവസാന 10 പേര് വെച്ചിട്ട് എന്തുവാണ് ഒരു ഫൈനൽ നടത്തിയത്. മണിക്കുട്ടൻ ജയിച്ചു. വലിയൊരു ഹിറ്റ് സീസൺ ആയിരുന്നില്ല. പക്ഷെ ബിഗ് ബോസിന്റെ മലയാളം ബിഗ് ബോസിന്റെ ടേണിംഗ് പോയിന്റ് 4 ആണ്. ബിഗ് ബോസ് സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ. വല്ലാത്തൊരു സീസൺ ആയിരുന്നു. ആ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു അതില്. പക്ഷെ സ്റ്റിൽ റോബിൻ ആ സീസൺ കൊണ്ടുപോയി. റോബിൻ ചേട്ടൻ അല്ലെങ്കിലും ആ ഒരു ആളുടെ ഓറ ഭയങ്കര, നമ്മള് പേഴ്സണൽ ആയിട്ട് ആളായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് റോബിന്റെ ഗെയിം വാച്ച് ചെയ്തിട്ടുണ്ട്. റോബിൻ എങ്ങനെയാണ് കളിക്കുന്നത്. കാരണം എനിക്ക് അതിൽ വലിയ ഫേവറേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല തുടക്കം തന്നെ. നമ്മളിങ്ങനെ ഓരോരുത്തർ ഗെയിം ഇങ്ങനെ നോക്കും, എന്നിട്ടാണ് നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടാം. റോബിന്റെ ഗെയിം ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട് സൈഡിലൂടെ റോബിന്റെ ഗെയിം നോക്കുന്നുണ്ടായിരുന്നു. റോബിൻ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് കറങ്ങി തിരിഞ്ഞിട്ട് റോബിനെതിരെ വരുന്നു. അത് ആൾക്കാർ കൂടെ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ആ സംഭവം റോബിനെതിരെ വരാം. അപ്പൊ ഈ വീട്ടുകാർ ഫുള്ള് റോബിനെതിരെ എന്നുള്ള കൺസെപ്റ്റിലേക്ക് അതെത്തും. റോബിൻ എന്താവും, അവിടെ ഒരു സ്ക്രീൻ പ്രസൻസും കിട്ടും, അവർ ശ്രദ്ധിക്കപ്പെടും. നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ആളുടെ ഒരു എതിരെ വരുന്ന പരിപാടി. നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. പക്ഷെ റോബിൻ ഹിറ്റ് ആവാൻ കാരണം ജാസ്മിൻ കൂടിയാണ്. ആ സീസണിൽ റോബിനെതിരെ കട്ടയ്ക്ക് നിന്ന ജാസ്മിൻ കൂടിയാണ്. ഇവർ രണ്ടുപേരാണ് ഷോ കൊണ്ടുപോയതൊക്കെ. പിന്നെ ഈ പറഞ്ഞ റോബിൻ ഒരു കണ്ടസ്റ്റന്റുള്ള റിയാസ് സലീമിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ ഔട്ടാകുന്നു. പിന്നെയും തുടങ്ങിയ പ്രതിഷേധം റോബിൻ ഫാൻസ്. അതും അടുത്തൊരു ആർമിയായിരുന്നു. ആൾക്ക് എയർപോർട്ടിൽ സ്വീകരണം ഓർമ്മയില്ലേ? വലിയൊരു ജനങ്ങളൊക്കെ കൂടിയിട്ട് ആകെ പ്രശ്നമായിരുന്നു. വലിയ വിവാദം, അതെ, വലിയ വിവാദം സൃഷ്ടിച്ച ഒരു സംഗതിയൊക്കെ ആയിരുന്നു. പുള്ളിയുടെ ഫെയിം എപ്പോഴും ഉണ്ടത്. അതെ, ആളെ ഫെയിം യൂസ് ചെയ്തിട്ടായിരുന്നു. ആളായിരുന്നത്തെ വിന്നറിനെ ഡിസൈഡ് ചെയ്തത് ദിൽഷ. കാരണം റോബിനും ദിൽഷ അവിടെ ഒരു പെയറായിരുന്നു. റോബിൻ ഔട്ടാകുന്നു. റോബിൻ വന്നിട്ട് പറയാണ് ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണം. എല്ലാ റോബിൻ ഫാൻസും ദിൽഷയ്ക്ക് വോട്ട് ചെയ്യുന്നു. ദിൽഷ വിന്നർ ആവുന്നു. അങ്ങനെ റോബിൻ ഡിസൈഡ് ചെയ്തൊരു സീസൺ ആയിരുന്നു സീസൺ 4. പിന്നെ സീസൺ 5ലേക്ക് വരുന്നു. സീസൺ 5 പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വരും ആദ്യം. അപ്പൊ അതിൽ അഖിൽ മാരാറിന്റെ പേര് കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോണ അഖിൽ മാരാറിന്. കാരണം ആൾക്ക് കുറെ ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ലോണം, എന്റെ പൊളിറ്റിക്സിന് നല്ലോണം എനിക്ക് പേഴ്സണലി യോജിക്കുന്ന എനിക്ക് നല്ല താല്പര്യമാണ് ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അപ്പോ ആദ്യമായിട്ടാണ് ഞാൻ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഇന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീസൺ കണ്ടു തുടങ്ങിയത്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു സീസൺ ആയിരുന്നു. പക്ഷെ ഒരു ഒപ്പോണന്റ് ഇല്ലാണ്ട് സുഖസുന്ദരമായിട്ട് അഖിൽ മാരാർ ജയിച്ചു. പുള്ളിയുടെ ഒരു മൈൻഡ് ഗെയിം ഭയങ്കര രസമായിരുന്നല്ല. പക്ഷെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നത് റോബിനും രജിത് കുമാറൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലും ഒരു ഫോൾ പ്ലേ. കാരണം 75 ദിവസത്തിനുള്ളില് ഒരു സ്റ്റാർ പ്ലെയർ ഔട്ട് ആകും എന്നുള്ളൊരു ചീത്തപ്പേര് ബിഗ് ബോസിനുണ്ടായിരുന്നു. അപ്പൊ അത് പോയത് ബ്രേക്ക് ചെയ്ത് അഖിലേട്ടന്റെ ഒരു പരിപാടി കൂടി വന്നിട്ട് അങ്ങനെ അഖിൽ മാരാർ കപ്പടിച്ചു. ഒരു ഡിസേർവിംഗ് വിന്നർ ബിഗ് ബോസിന് കിട്ടുന്നു. ബിഗ് ബോസ് വലിയ ഹിറ്റ് ആവുന്നു. അങ്ങനെ സീസൺ 6 കഴിഞ്ഞ സീസൺ വരുന്നു. ഒരു വളരെ തണുത്തൊരു സീസൺ ആയിരുന്നു സീസൺ 6. പ്രത്യേകിച്ച് ഒരു ഫയർ ബ്രാൻഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതില് ജിൻഡോ ആണ് കപ്പടിക്കുന്നത്. മറ്റേ കഥ ഉണ്ടല്ലേ, ഇത് പട്ടാളക്കാരത്തിന്റെ കഥ. സീസൺ 5 ആയിരുന്നു. നമ്മുടെ അനിയൻ മിഥുന്റെ നാട്ടികക്കാരൻ നമ്മുടെ അടുത്ത ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ. ഞാനങ്ങനെ കാണാറൊന്നുമില്ല ബിഗ് ബോസ്. ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അത് അവിടെ പോയി ഇവര് ഗിറ്റാർ വായിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ലാലേട്ടൻ എന്നിട്ട് അതങ്ങനെ പറയാൻ പാടുണ്ടോ? അത് എന്തുമാത്രം അല്ല, അതിന്റെ ഗ്രാവിറ്റി അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നടന്നില്ലോ എന്നുള്ളത് പറയണത് ആരോടൊന്നും എന്താണെന്ന് പറയുമ്പോ അതൊരു പറയാൻ പാടില്ല ഒന്നാമത്തെ. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഇച്ചിരി പഠിപ്പം തൊങ്ങലുണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? യൂറോപ്പിലെ വല്ല കഥ പറയായിരുന്നു കഴിഞ്ഞാ കുടുങ്ങും. അതിന്റെ ഗ്രാവിറ്റി അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തിരുന്നു ആ സമയത്ത് തന്നെ. അത് ഉറപ്പുള്ള കേസാ. സീസൺ 6 ജിൻഡോ വിന്നർ ആവുന്നു. അതിൽ ഒരുപാട് കോൺട്രവേഴ്സി അതിന് പിന്നാലെ വരുന്നു. ഇപ്പോഴും സീസൺ 6 കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. ജിൻഡോനെതിരെ വേറൊരാള് പറയും, ജിൻഡോ തിരിച്ചു പറയും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു അലങ്കോലം ആയിരുന്ന സീസൺ മൊത്തം. സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കച്ചറകളെ കയറ്റിവിട്ടിട്ടുണ്ട്. ഫുള്ള് കച്ചറകളാ, ഫുള്ള് അടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അടി കാണാൻ മലയാളികൾക്ക് അടി കാണൽ മാത്രല്ല, ഇത് ബേസിക്കലി മറ്റൊരാളുടെ ലൈഫിലെ മറ്റൊരു വീട്ടിലേക്ക് കണ്ണെത്തി നോക്കുക എന്നുള്ളത്
ഒരു മനുഷ്യന്മാരെ സംബന്ധിച്ചൊരു രസമുള്ള പരിപാടിയാണ്. ആ രസമുള്ള പരിപാടിനെ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. നല്ല ബ്രാൻഡിങ് ആയിട്ട് ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെ ബ്രാൻഡിങ്ങും ചെയ്യും. നല്ല രീതിയിൽ ബ്രാൻഡ് പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഗുണം ആ ബ്രാൻഡ്സിനും ഉണ്ട്. അഡ്വർടൈസ്മെന്റ് ആണ്, അവർ ആർക്കാണെങ്കിലും ആഡ് കൊടുക്കും. ഏറ്റവും നല്ല പ്രോഗ്രാം ഏതാണോ അതിൽ കൂടെ ബ്രാൻഡ് ചെയ്യാനേ ബ്രാൻഡിങ് കമ്പനികളും പ്രൊഡക്ട്സ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുള്ളൂ. അത് അവരുടെ തെറ്റൊന്നല്ല. അപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. മറ്റേ സാധനമല്ലേ, അതായത് ആൾക്കാരുടെ മൈൻഡിൽ എപ്പോഴും അതൊരു മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ വീട്ടമ്മമാരാണ് ഇതിന്റെ വലിയൊരു ബേസ് ഉള്ളത്. ഇത് പണ്ട് വീട്ടമ്മമാരെങ്ങനെയാ ഇവിടെ നിന്നിട്ട് ബാക്കിൽ നിന്നിട്ടൊക്കെ അപ്പുറത്ത് അവിടെ ആരെങ്കിലും ഉണ്ടാ, അവിടെ ആരാ വന്നത്, അത് അവനങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ ചെവി വെച്ച് നോക്കും അവരെന്താ പറയണത്, ഭാര്യയും ഭർത്താവും തമ്മില് തല്ലാണ്. ഇപ്പൊ അതെന്ത് ചെയ്തു, ഞാൻ ടിവിയിലേക്ക് വെക്കാൻ മതി, ടി വി നോക്കിയാ കാണാം. ഈ ബേസിക്കലി നമ്മുടെ പ്രോഗ്രാംസുകളെല്ലാം ഇമോഷണൽ ഫീഡിങ്ങുകളാണ്. അപ്പൊ അതില് നമ്മുടെ ആ ഒരു എന്താ പറയാ, അതിനിപ്പോ എന്തൊരു വാക്ക് ഉപയോഗിക്കുക, നമ്മുടെ ആ ഒരു ത്വര, അന്യന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അറിയാനുള്ള ത്വരേനെ ഫീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നശിപ്പാണെങ്കിൽ അത്ര ഇഷ്ടായി, അത് നല്ലതാണെങ്കിൽ ഇഷ്ടാവില്ല. അതുള്ളൊരു കാര്യമാണ്. ചില ഇപ്പൊ ഈ കോമഡി പ്രോഗ്രാംസ് മീൻസ് ഈ മരുമയം പോലത്തെ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിനെയാണ് ഫീഡ് ചെയ്യുന്നത്, ഇമോഷനാണ് ഫീഡ് ചെയ്യുന്നത്. ചില സീരിയൽസുകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിലെ പല ഈവിൾ സാധനങ്ങളെയും പോപ്പപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. സീരിയൽസിലും ബ്രാൻഡിങ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സീരിയൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു പെർട്ടിക്കുലർ അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റിന് മാത്രമാണ് കൂടുതൽ സീരിയലുകളും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിന് മെയിൻ കാരണം അതിൽ ഉപയോഗിക്കുന്ന സാരികൾ. വീട്ടിൽ നടക്കുകയാണെങ്കിലും വലിയ സാരി, കാഞ്ചീപുരം പട്ടു സാരി, അതെ 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 അതെ, വലിയ പൊട്ടും, നല്ല ബ്രാൻഡിങ് ആ. അപ്പൊ ഈ വക സാധനങ്ങൾ തന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോ അവിടെയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിലിന് നല്ല രീതിയിൽ പുഷ്. കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. അതില് കണ്ട പോലത്തെ കളറ് അത് അന്വേഷിച്ച് പോയിട്ടുള്ള ഒരാളെനിക്ക് അറിയാം. ഇന്ന സീരിയലില് ഇന്ന ആളിട്ട ഇന്ന ഡ്രസ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോയിട്ടുള്ള. ഇത് സിനിമകളിലും ഉണ്ട്. സിനിമകളിൽ ഇപ്പൊ ഈ കല്യാണരാമൻ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനിട്ടിരുന്നു. നിവിൻപോളി ബ്ലാക്ക് ഷർട്ട്. ഞാനൊരു ആ ടൈമിൽ ഒരു തുണിക്കടയിലായിരുന്നു നിന്നിരുന്നത്. തൊഴിലില്ലാണ്ട് എല്ലാവരും ഈ കോളേജ് പരിപാടിക്ക് ബ്ലാക്ക് അന്വേഷിച്ച് വരാം. അത് സീസണിലാ. പക്ഷെ ഇത് ആഴ്ചയിൽ 7 ദിവസവും അല്ലെങ്കിൽ 6 ദിവസവും ബ്രാൻഡ് ചെയ്യാന്നുള്ള കൺസെപ്റ്റിക്കാണ് അതിനെ കൊണ്ടുവരുന്നത്. 100 ദിവസം ബ്രാൻഡ് ചെയ്യാം. ബിഗ് ബോസിൽ IPL വരെ അത്ര പറ്റില്ല. IPL കൂടുതൽ ടൈം ബ്രാൻഡ് ചെയ്യാം ബിഗ് ബോസ്. അതെ, ബ്രാൻഡിങ് തെറ്റൊന്നല്ല. അത് പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ ബ്രാൻഡിങ് വേണം, അത് നിർബന്ധമാണ്. പക്ഷെ ഇത് ഏതൊക്കെ പ്രോഗ്രാംസിൽ പോകണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല TRP റേറ്റ് ഉള്ള പ്രോഗ്രാംസിന്റെ ഇടയിലെ ഈ ബ്രാൻഡിങ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇതിലാണെങ്കിൽ പോലും മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കൊക്കെയാണ് ഈ TV-യിൽ സ്ലോട്ടിന് പേയ്മെന്റ് വരാം. അപ്പൊ ഏറ്റവും നല്ല പ്രോഗ്രാംസിലെ ബ്രാൻഡിങ് ചെയ്യുള്ളൂ. മാത്രമല്ല ഇപ്പൊ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ ആഡിന്റെ കാര്യമൊക്കെ ഭയങ്കര ടൈറ്റാ. ഓൾറെഡി സോഷ്യൽ മീഡിയ അത് കൈയടക്കി കഴിയും. അപ്പോ നല്ല കപ്പാസിറ്റി ഉള്ള ബ്രാൻഡുകൾ മാത്രമേ ഈ TV ന്യൂസ് പേപ്പർ ആഡിലേക്ക് പോകണുള്ളൂ. അത് കുറ്റമൊന്നല്ല. പിന്നെ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കമ്പാരിറ്റീവ്ലി സ്മോൾ ബിസിനസ്സുകാർ കൂടുതലും സോഷ്യൽ മീഡിയ തന്നെയാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ ഇതാണ് സംഭവം. TV ആഡ് എക്സ്പെൻസീവാ. അത് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ, അത്രയും സ്കെയിലുള്ളവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ അത് ആഡ് വരും. TV-യിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സൈക്കോളജി, ഇത് കണ്ട് പ്രൊഡക്റ്റ് കണ്ണിൽ കയറി തലച്ചോറിൽ കയറും. പിന്നെ നമ്മൾ കടയിൽ പോകുമ്പോൾ അത് വാങ്ങും. അതാണ്. അപ്പൊ അത്ര വട്ടം കാണണം കേട്ടാ. അത്ര വട്ടം കണ്ട് ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് കാണാൻ തോന്നും. അപ്പൊ ഒരു 100 ദിവസം കാണുമല്ലോ. മറ്റേതാ, അത് നമ്മുടെ ഇമോഷണൽ ഫീഡിങ് എന്തോ നമുക്ക് അതിന്റെ കിട്ടുന്നുണ്ട്. അത് ചില ആൾക്കാര് റേഡിയോ വെച്ച് ജോലി ചെയ്യണ പോലെ. വേറൊരു കോൺട്രവേഴ്സി, അത് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ബിഗ് ബോസ് ഇലുമിനേറ്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അതിന്റെ കുറെ റീസൺസ് ഒരു പറയുന്നത്, ഒന്നാമത് അതിന്റെ ലോഗോ ഒരു ലൈക്ക് വൺ ഐ ആ പരിപാടിയാണ്. അത് തിയറിറ്റിക്കലി ഇത് ഞാൻ അങ്ങനല്ല പറയുന്നത്. തിയറിറ്റിക്കലി നമുക്ക് പലതും അങ്ങനെ തോന്നാം. പക്ഷെ ഇതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി അല്ല, അത് ഓക്കെ. പക്ഷെ ആക്ച്വലി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇലുമിനേറ്റി അതായിട്ട് ബന്ധമുണ്ട്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ് അല്ലേ? അങ്ങനെ പറയാം.
അത് നമുക്ക് 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 ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസം പോലത്തെ ഒരു കൺസെപ്റ്റാ. നമുക്കറിയാത്തന്നെ വേണമെങ്കിൽ ഒറ്റയടിക്ക് ദൈവത്തിന്റെ മേത്തിക്കിടാം. അറിയാത്ത അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഇവര് പറയുന്ന മുന്നോട്ടേക്കുന്ന കുറെ മെസ്സേജസ് ഉണ്ട്. ബിഗ് ബോസ് മുന്നോട്ടേക്കുന്ന മെസ്സേജസ്, അത് ഗോഡിനെതിരെ എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ സംഗതി. അതായത് ഗോഡിന്റെ എതിരെ നിൽക്കുന്ന പരിപാടിയൊക്കെ ആണല്ലോ ഈ ട്രാൻസ്ജെൻഡറിസം, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇത് അതിനെതിരെ നിൽക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാത്തവര്, അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലാണ്ട് ഒരു എത്തിയിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവര്, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു കോട്ട ഉണ്ട് അവിടെ. അതുണ്ട്. ഓരോ സീസൺ എടുത്തു നോക്കിയാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസൺ തൊട്ട് അത് മൊത്തത്തിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വെർസറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ. അതല്ല, ഈ ഞാൻ പറഞ്ഞുതരാം, ഈ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് സീസണിൽ ഉണ്ടായിരുന്നില്ല, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് തേർഡിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫോർത്തില് ഇവരുടെ അയ്യകളിയായിരുന്നു. ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ഇപ്പൊ സെവൻത്തിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു പാറ്റേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മൊത്തത്തിൽ അങ്ങനെ വേണ്ട. ഇപ്പൊ പറഞ്ഞ പോലെ ഒരേപോലത്തെ ആൾക്കാരെയാണ്. അല്ല, പക്ഷെ ഞാൻ അതിനെ എതിർക്കുന്ന ഒരു കാര്യം, അല്ല ഞാനത് എതിർക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. സീസൺ 6 അഭിഷേക് ശ്രീകുമാർ എന്നിട്ടൊരു കണ്ടസ്റ്റന്റ് ആള് ഇതിന് എഗെയിൻസ്റ്റ് ആണ്. അതായത് ഈ ഒരു തിയറിക്ക് എഗെയിൻസ്റ്റ് നിന്ന് പുറത്ത് പോരാടുന്ന വ്യക്തിയാണ്. ഇയാൾ അവിടെ വന്നിട്ട് ഇതിന്റെ ഉള്ളിലും ഇതിനെതിരെ ശബ്ദം ഉയർത്തി. പിറ്റൂസ് ഇയാൾക്ക് ബാനാണ്. അതായത് ഇയാൾ ഇനി കാര്യം പറയരുത് എന്നുള്ളത് ഇയാൾക്ക് ബാൻ കിട്ടി. ഇനി പറഞ്ഞതിനെ പുറത്താക്കും. സോ അവിടെ ആ ഒരു സംഗതി ഇല്ല. ഒരു ബയാസ്ഡ് ആയിട്ടുള്ളൊരു തീരുമാനമല്ല അത്. കാരണം ഇവർക്ക് ഈ സംഗതി പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അഭിഷേക് ശ്രീകുമാറിന് ഇതും പ്രൊപ്പഗേറ്റ് ചെയ്യാം. കാരണം തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെയാണല്ലോ ഇവരുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു, ഓക്കെ വാട്ടവർ, ഇവർ ആ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ കുറെ വശങ്ങൾ പറയുന്നു, നല്ലത്, ഓക്കെ, അത് അവരിഷ്ടം. പക്ഷെ അതിനെതിരെ സംസാരിക്കുന്നവർക്കും അവിടെ സ്പേസ് വോയിസ് അവിടെ കൊടുക്കണം. ഓക്കെ, നീ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എനിക്ക് മനസ്സിലായി. അത് നേരിട്ടത് വലിയൊരു അനീതിയായിരുന്നു ആ സീസണിൽ. പക്ഷെ ആളെ ഈ പ്രേക്ഷകര് ടോപ്പ് 5 എത്തിച്ചു. കമ്പ്ലീറ്റ് ആയിട്ടുള്ള ഗെയിം പോയി. ആള് വളരെ സൈലന്റ് ആയി. ആള് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയലായി. കാരണം വന്ന ഉടനെ വലിയൊരു ബോംബൊക്കെ ഫസ്റ്റ് ആൾ വന്ന് പൊട്ടിക്കണതൊക്കെ. പിന്നെ ഗെയിം താഴോട്ട് പോയി. കാരണം ഇത് വന്നു, റെസ്ട്രിക്ഷൻ വന്നല്ലോ. അപ്പൊ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിയാണോ, ഇലുമിനേറ്റഡ് ഭാഗമാണോ എന്ന് തോന്നും. ചിലവ് നോക്കുമ്പോ ഓക്കെ, പിന്നെ നീ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ബിസിനസ്. തീർച്ചയായിട്ടും. എടാ, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളൂ, ഇതൊരു ബേസിക്കലി ഇന്റർനാഷണൽ കമ്പനിയാണ്. അതിന്റെ ഒരു സീസണിൽ ഒരു ഇന്ത്യയിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നു 4 ലാംഗ്വേജിൽ 5 ലാംഗ്വേജിൽ ഇന്ത്യയില്, അതിൽ എത്ര കൺട്രീസിൽ ഇവരുടെ എനിക്ക് തോന്നുന്നത് ഏകദേശം 560 സീസൺസ് ആകണ്ട. 560 സീസൺസ് ഇട്ടാ സീസൺസ് ഈ കമ്പനിയുടെ ഈ പല ലാംഗ്വേജിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് അത്രയും ഇവർക്കറിയാം. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡിങ് വരും, എന്തൊക്കെ ചെയ്യണം, ഇതിലുള്ള ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യണം, ഇതിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും പർട്ടിക്കുലർ ആൾക്കാർക്ക് പല പല പേയ്മെന്റ്സ് ആണെന്ന് പറയും. ഒരാളുടെ റേറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ റേറ്റ്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു താരമൂല്യമൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ലാലേട്ടനേക്കാളും നല്ലൊരു ഹോസ്റ്റ് എന്ന് പറയുന്നത് മുകേഷാണ് ഈ പരിപാടിക്ക് പറ്റിയ. എന്താണ് നിന്റെ അഭിപ്രായം? മുകേഷ് ആണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമാണ്. പുള്ളിയുടെ നയമൊക്കെ ഭയങ്കര രസമാണ്. ആള് ഈ പുള്ളിയുടെ ഒന്നാമത്തെ ഞാൻ ഈ മുകേഷ് കഥകളുടെ ഭയങ്കര ഒരു ഫാനാണ്. അത് ഭയങ്കര ഫാൻ കഴിഞ്ഞാൽ ഭയങ്കര ഫാനാണ്. ഞാൻ ഈ പണ്ട് ട്രാവലൊക്കെ നല്ലോണം ചെയ്തിരുന്ന സമയത്ത് കൂടുതലും കേട്ടുകൊണ്ടിരുന്നിരുന്നത് ഈ സാധനമാണ്. അതില് പുള്ളിയുടെ പ്രസന്റേഷൻ രീതി, പിന്നെ പുള്ളി പ്രസന്റേഷൻ രീതിയിൽ കുറച്ച് മസാല ഉണ്ടെങ്കിലും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങള് അത് നമുക്കും ഒരു പരിധിവരെ നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. പക്ഷെ ലാലേട്ടൻ സോഫ്റ്റ് ആണ്, ആളെ ക്യാരക്ടർ എങ്ങനെയാണ്. പക്ഷെ ഇതിന് വേണ്ടത് മുകേഷ് സൽമാൻ ഖാന്റെ പോലെ ഫയർ ബ്രാൻഡാണ് വേണ്ടത്. ലാലേട്ടൻ എനിക്ക് എപ്പോഴും കുറച്ചുകൂടി തോന്നിയിട്ടുള്ളത് ആളും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് കൂടുതലും പോണതായിട്ട്. അതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അല്ല, അത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ലാലേട്ടൻ ഒരു ഇൻട്രോവേർട്ട് ആണെന്നാണത് ആള് തന്നെ പറയുന്നുണ്ട്. ഒരു ഇൻട്രോവേർട്ടുകൾക്ക് ഒരു സാധനമല്ല. മേ ബി ഒരു SG ഒക്കെ ആയിരുന്നു, സുരേഷ് ഗോപി ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫയർ പവർ എന്ന സാധനം കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ വരും. നോക്കി പറയും. അതെ അതെ അതെ. പക്ഷെ സൽമാൻ ഖാനൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പറയും, പക്ഷെ നമുക്കത് ഫീൽ ആവും.
അത് ആളിങ്ങനല്ലല്ലോ ഈ ഒരു സമയത്ത് പ്രതികരിക്കുക. നമുക്ക് പേഴ്സണലിയും നമ്മൾ പല പല സ്ഥലത്തും പിന്നെ കുറെ സോഫ്റ്റ് ആയിട്ടാണ് ആള് സംസാരിക്കുക. അല്ല അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് അപ്പൊ ഇതിൽ വരുമ്പോ നമുക്കത് മനസ്സിലാവും. അത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയണത്, അതൊരു ജനറലായിട്ട് പറയല്ല. പക്ഷെ ഈ പറഞ്ഞാലും മുകേഷ് ചേട്ടനാണെങ്കിൽ കുറച്ചും കൂടിയും അതിനെ നീ കാണാറുണ്ട് ബിഗ് ബോസ് കാണാറുണ്ട്? തീരെ കാണത്തില്ല. ഇതൊരു എപ്പിസോഡ് ഒരു സീസൺ എപ്പോഴൊക്കെ ഉണ്ട് കുറച്ച് ബിറ്റ്സ്. ഈ ഫീവർ അനിയമിതിന്റെ കഥ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല സോഷ്യൽ മീഡിയയില് ഒരു സീസൺ വന്നു കഴിഞ്ഞാല് ഹൈപ്പ് ചെയ്യാറല്ലേ, ജസ്റ്റ് സ്ക്രോൾ ചെയ്യും. ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോ 7th എപ്പിസോഡ് മലയാളം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. കാരണം നമ്മള് ലോങ് അധികം പോവണ്ട വിചാരിച്ചിട്ടാണ്. ഇപ്പൊ അധികം ആൾക്കാർ കാണൂല, ഡ്യൂറേഷൻ കൂടി നമ്മള് ഇട്ട് കഴിഞ്ഞാല് കാണേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ടാലാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ച് നമ്മള് ഡ്യൂറേഷൻ കൂട്ടോ കുറയ്ക്കണം ആലോചിക്കും. അപേക്ഷിക്കറ തന്നെ അപേക്ഷിക്കാം. കുറച്ച് വ്യൂസ് വരണേ അല്ലേ, കുറച്ച് വ്യൂസ് വരണേ, കുറച്ച് കമന്റ് കിട്ടോ, കമന്റ് ഇട്ടോ, സപ്പോർട്ട് ചെയ്യാ. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഉഷാറായിട്ട് ഇപ്പൊ ഈ കണ്ടവര് ഇപ്പൊ ബിഗ് ബോസിൽ ഏത് കണ്ടസ്റ്റന്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന് കമന്റ് ചെയ്തോ. നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവട്ടെ. മാത്രല്ല ഇപ്പൊ ഈ പറഞ്ഞതില് ഇഷ്ടം പോലെ അവരവരുടെ ഇത് ഇപ്പൊ ഈ പറഞ്ഞ കണ്ടന്റുകളില് ഈ കാണുന്നവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. അത് നമ്മുടെ അഭിപ്രായമായിട്ട് ഒത്തുപോകണമെന്നില്ല. അത് അവരുടെ അഭിപ്രായം, അതവരുടെ ചിന്തയിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ കണ്ടതും വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി കമന്റിലൂടെ നമ്മളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് അതെ കാണാം. പുതിയൊരു വിഷയമായിട്ട് വരാം. സോ ഗുഡ് ബൈ, ടേക്ക് കെയർ.